ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന സർവ്വജനത്തിനും വിശ്വാസ സമൂഹത്തിനും പൂത്തുലഞ്ഞ് പുതുമയാർന്ന പുതുവസന്തത്തോടും അഴകോടും കൂടിയ പുതുവത്സരം ഹൃദയം നിറഞ്ഞ് കർത്തൃനാമത്തിൽ ആശംസിക്കുന്നു മുന്നമേ. ഇന്നലെ മൃഗങ്ങളുടെ ലോകത്തിലെ, അതായത് അനിമൽ വേൾഡിലെ ഒരു വീഡിയോ എനിക്ക് ഒരാൾ അയച്ചു തന്നു. ഒരു പ്രിയപ്പെട്ടവൻ ഒരു അടിക്കുറിപ്പോൾ സംഭവിച്ചത് ആഫ്രിക്കൻ കാടുകളിലാണെന്ന് തോന്നുന്നു. 3 മാനുകൾ സുന്ദരന്മാരും സുന്ദരികളും ആയിരിക്കാം, ഓമനത്വമുള്ളത്. 3 പേരും വെള്ളം കുടിക്കുവാൻ എത്തിയതാണ്. വെള്ളം കുടി കഴിഞ്ഞ് പക്ഷേ അവറ്റകൾ കരയിൽ കയറിയ ഉടനെ എന്തിനോ വേണ്ടി യുദ്ധം ആരംഭിച്ചു. 3ാമൻ ആവുന്നതും പരിശ്രമിക്കുന്നുണ്ട് വഴക്ക് അവസാനിപ്പിക്കുവാൻ. അപ്പോഴൊക്കെയും 2 പേരും ഒരുമിച്ച് അതിനെ ആക്രമിച്ചു. 3ാമൻ അതിനെ കണ്ടു തങ്ങളെ ലക്ഷ്യമാക്കിയിരിക്കുന്ന ഒരു പുലിയെ. അപ്പോഴേക്കും അവർ തളർന്നിരുന്നു. ഒന്ന് കാൽ കഴുതി ജലാശയത്തിൽ വീണു. അതിനെ മുതല പിടിച്ചു, മറ്റതിനെ പുലിയും. 3ാമൻ സങ്കടത്തോടെ ഏകാഗിയായി നടന്നു നീങ്ങി. ഇതൊരു കഥയല്ലല്ലോ, സംഭവമാണ്. മനുഷ്യന്റെ ലോകത്തിൽ ഇത് സ്ഥിരം കാഴ്ചയാണല്ലോ. എന്നാൽ മെശിഹ വീടിന്റെ സമൂഹത്തിന്റെ ഉടയവനാകുമ്പോൾ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കിടക്കും, പശുക്കിടാവും ബാലസമൂഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. ഏശയ്യായുടെ പ്രവചനം 11-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളാണ്. മെശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇങ്ങനെ ഒരവസ്ഥ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെ അമ്മയെ ചവിട്ടുന്ന മകൻ ഉണ്ടാവില്ല. സ്ഥാനമോഹത്തിന് എന്തും ചെയ്യുവാനും പറയുവാനും മടിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒരെണ്ണം പിറന്നല്ലോ എൻ്റെ ഉദരത്തിൽ നിന്നെന്ന് ഒരമ്മയും ആദി പൂണ്ട് പറയില്ല. മാലോകരെല്ലാം ഒന്നുപോലെ, കള്ളമില്ല, ചതിവില്ല, എള്ളോളം പൊളിവചനവുമില്ല. അങ്ങനെ കഴിഞ്ഞിരുന്ന ഏതിനിൽ 2ാം വേദക്കാരനായ സാത്താൻ കടന്നു കയറിയതാണ് ഏഷണിയും വ്യാമോഹവും സൃഷ്ടിക്കുവാനുണ്ടായ കാരണം. കള്ളവും പൊള്ളത്തരവും സൃഷ്ടിച്ചു അവൻ. ആദാമിന്റെ വീഴ്ച സൃഷ്ടിയെ മുഴുവൻ ബാധിച്ചതായി ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്. സൃഷ്ടി മുഴുവനും ആദാം മൂലം ശപിക്കപ്പെട്ടതായി എന്ന് യഹോവ കൽപ്പിക്കുന്നു. അതിൽ നിന്ന് മുക്തി നേടാൻ മനുഷ്യൻ ഒരുങ്ങണം. അതിനാണ് മെശിഹ ആഗതനായത്, രക്തം ചിന്തിയത്, പുണ്യാഹ രക്തത്താൽ പാവം കഴുകിയത്. പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, സൃഷ്ടി മുഴുവൻ മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് അന്വർത്ഥമാക്കണമെങ്കിൽ അലസതയും അഴിമതിയും മടിയും അലശണ്ടയും അത്യാഗ്രഹവും അഹങ്കാരവും അതിമോഹവും മനുഷ്യൻ വെടിയണം. വെടിഞ്ഞേ തീരൂ. മിശിഹായുടെ ഹിതം അറിഞ്ഞേ പറ്റൂ. എന്നാലേ ബാധകളും അനർത്ഥങ്ങളും നമ്മെ വിട്ടുപോവുകയുള്ളൂ. 2021 ഒരു പുതു പിറവിയാവട്ടെ, ഒരു പുതുയുഗം ഉണ്ടാവട്ടെ. പുതിയ പ്രകാശവും പുതിയ ആകാശവും നിറഞ്ഞ ദിനങ്ങൾ നമുക്ക് ദൈവം സമ്മാനിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഹിതാനുവർത്തികളായി പരസ്പരം കരുതുന്ന, കരുണയുള്ള, ക്ഷമിക്കുന്ന ഒരു സമൂഹമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. 2021 ദൈവകൃപയുടെയും ക്ഷേമത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെതുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.